അൻസറേ ഡാ നീ വന്നേടാ. മോനെ പറഞ്ഞു വിട്ടാ മര്യാദക്കുള്ള പൈസയും വാങ്ങിച്ചോണ്ട് വരത്തില്ല. ഡാ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഡേ അവന്റെ അടുത്ത് ഇനി വരാൻ പറഞ്ഞേ, ഞാൻ വിളിക്കുന്നെന്ന് പറ. ഇക്ക 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 അതോ ഉമ്മ വിളിക്കുന്നിക്ക, ഒന്ന് എഴുന്നേര്. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? രാവിലെ തന്നെ ഉമ്മ തുടങ്ങിയല്ലേ. എന്ത് കീറിയ നോട്ടം. 1000 രൂപ കുറവുണ്ട്. ഞാൻ എടുത്ത് ചെലവാക്കി മറ്റോ അത്ര കൊടുത്തോളാം. എന്താ ഉമ്മ ഇതെന്താ ഇത്? ഇനിയെങ്കിലും ഉമ്മ അടുത്ത് ഇതൊക്കെ ഒന്ന് നിർത്താൻ പറ. അന്ന് ആളുകളുടെ ശാപമാണ്. ഓരോരുത്തർ വന്ന് കരഞ്ഞും വിളിച്ചു പോകുന്ന കാണുമ്പോ എന്റെ മനസ്സ് തന്നെ പിടയുക. ഓരോരുത്തർ ഇല്ലാഞ്ഞിട്ടല്ലേ, അവരെയൊന്നും ഒരു 5 പൈസ പോലും ആ ഉമ്മ ഇളവ് പോലും കൊടുക്കത്തില്ല. ആ പറയുന്ന ദിവസം അവരൊക്കെ വന്ന് ചിലപ്പോ തലയ്ക്ക് അടിച്ച് ശപിച്ചിട്ടൊക്കെ പോകുന്നതാണ്. എന്റെ കുഞ്ഞുങ്ങളെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് പേടി. നല്ല ഒരു ചെറുക്കൻ വന്നിട്ട് ഒരുപാട് ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് പോയി. പലിശയുടെ പൈസയുടെ കാര്യം അതിന് തരാനില്ല, ഒരു വാപ്പായ്ക്ക് സുഖമില്ല. അതിൻ്റെയൊക്കെ ശാപം നമ്മളെ മക്കൾക്കല്ലേക്കാ. അപ്പോൾ എനിക്ക് വയ്യ, എൻ്റെ മക്കൾക്കും ഇതിൽ നല്ല ആഹാരം കൊടുക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടിക്കാ. എന്ത് റബ്ബിനോട് നമ്മൾ എന്ത് പറയണം? ഉമ്മ നമുക്ക് പറ്റിയതാണോ ഇത്? നമുക്ക് പറ്റുന്ന പണിയാണോ ഇത്? ഇത് ശരിയല്ലല്ലോ. ഉമ്മയെ ഞാൻ ഉപദേശിക്കാൻ പറ്റത്തില്ല. ഇക്കായ്ക്കൊന്നും പറഞ്ഞൂടെ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നീ പോലെ നമ്മളുടെ കാര്യം തന്നെ നടക്കുന്ന ഇതുകൊണ്ടാ. ഉമ്മ ഇതും കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാ നമ്മൾ ജീവിച്ചു പോകുന്നത്. അല്ല ഞാൻ ഏത് പണിക്ക് പോവാനാ? ആ പണിയൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. പണി ഇത് മാത്രമേ ഉള്ളോ? ഇത് നല്ല പണിയല്ല. ഇത് തന്നെ എന്തെല്ലാം വഴക്ക് കേട്ടാണ് ഉമ്മ അടുത്ത് നിൽക്കുന്നത്. പിന്നെ എനിക്ക് വയ്യ വെയിലത്തൊന്നും പോയി കിടന്ന് ജോലി ചെയ്യാൻ. ഇത് തന്നെ നല്ലത്. ഓനെ ഇങ്ങോട്ട് പെണ്ണുമ്പോഴടുത്തൊന്നും വരാറായിട്ടവന്. വിളിച്ചാലും വരത്തില്ല. ഉമ്മ എന്തിനാ വിളിക്കുന്നത്? എന്താ എനിക്കറിയത്തില്ല. പോയി നോക്കാം. ഇനി അതിനും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ വരുന്നില്ല. ഇക്ക പോയി നോക്ക്. നിനക്ക് മുഴുത്തില്ലേ? കേട്ട് വാ. മര്യാദക്കൊരു ജോലി ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങ് അടുക്കളയിലും റൂമിലും ആയിട്ട് അങ്ങ് അവളെ ചുറ്റിപ്പറ്റി അങ്ങ് നടക്കും. നടാ. എത്ര പ്രാവശ്യം പറയുന്നതാ ഈ ഉമ്മാക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇക്കായ്ക്കാണെങ്കിൽ ജോലിക്ക് പോകാനും കഴിയത്തില്ല, മടിയന്. അന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞതാ നല്ല ആൾക്കാരല്ലെന്ന്. ഈ പറഞ്ഞു വന്ന് കരയുന്നവരെ ശാപമല്ല എനിക്കും എൻ്റെ മക്കൾക്കും കൂടെ അല്ലേ കേൾക്കുന്നത്. എന്താ അമ്മ? എന്താ ഇത്രയും നേരം കിടന്ന് ഉറങ്ങണോ? ഇത് സെയ്ദിന്റെ വീട്ടിലെ പൈസയാണോ? അവന്റെ പലിശയാണോ? അതെ. 1000 രൂപ കുറവുണ്ടല്ലോ, എവിടെ പോയി? അതുമ്മ നീ എടുത്താ അവൻ തന്നതി കുറച്ചാ? ഞാൻ വിളിക്കാൻ എടുത്തേ ഫോൺ. ഇല്ല, അവനെ വിളിക്കാന്നും വേണ്ട. ഉമ്മ അതേ മോന് ടൂർ പോകാൻ വേണ്ടി 1000 രൂപ അതിൽ നിന്ന് എടുത്ത് കൊടുത്ത്. എന്റെ പൈസ എന്നോട് ചോദിക്കാൻ എടുത്താ? അല്ലോ, ഈ അതിൽ നിന്ന് എടുത്താ? ഞാൻ വിചാരിച്ച് വേറെ എവിടുന്നോ പൈസയാ. നീ ഉമ്മാടെ പൈസ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്ന് അവരെനിക്ക് ചെവി തലൊക്കെ തരത്തില്ല. അതിനും വേണ്ടി ഇനി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് വല്ല ഈ മനുഷ്യനറിയുന്ന കേട്ടോണ്ടങ്ങ് പോകും. ഇന്ന് മൊത്തം അനുഭവിക്കേണ്ട ഞാൻ തന്നെ. നിന്റെ ആര് പറഞ്ഞ ടൂറാ? 1000 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ 150 രൂപ കൊണ്ട് ഉണ്ടാക്കും. ടൂർ പോകാൻ പോന്ന്? അത് കൊള്ളാല്ലേ. നീ എന്നോട് ചോദിക്കാൻ എന്ത്? അതുമ്മ കുഞ്ഞു ഒരു ആഗ്രഹം പറഞ്ഞതാ. ഉമ്മ അടുത്ത് ചോദിച്ച ഉമ്മ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1000 രൂപ അതിൽ നിന്നാണ് കൊടുത്ത്. എന്റെ അനുവാദം ഇല്ലാതെ നീ അതൊക്കെ എടുക്കാനൊക്കെ ആയില്ലേ? ഓരോരുത്തകള് ചെവി ഓതി തരുന്നതാ. ഇതിലേ കൂടെ പോയാലും മോൻ എന്ത് ചെയ്താലും എല്ലാം എൻ്റെ തലയില.
ഞാൻ ഇപ്പം കാണുന്നുണ്ട് മാറ്റം. ചിന്താ പറയാൻ തന്നിഷ്ടങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. നീയൊക്കെ കുഞ്ഞായിരുന്നല്ലേ, നിനക്കും ഇല്ലായിരുന്ന ആഗ്രഹം. അത് എനക്കങ്ങ് മറക്കണം. എന്റെ പൈസ എടുത്തിട്ടാ പിള്ളേരെയൊക്കെ മര്യാദയ്ക്ക് പഠിപ്പിച്ച് വളർത്താൻ നോക്കണം. ഇങ്ങനെ ടൂറും അതിനും ഇതിനും പൈസ പറക്കാൻ നിന്നാലേ നീ വരട്ടെ ചെറുക്കൻ, ഞാൻ പറയുന്നുണ്ട്. വേണ്ട, നീ മറ്റേ ദാസന്റെ വീട്ടിൽ പോയായിരുന്നാ? ഞാൻ ഒന്ന് വൈകുന്നേരം പോവാം. എന്ത് വീട്ടിൽ കയറി കിടക്കുന്നേ? പോവാമാ, ആ കടകളിലൊക്കെ പോകുന്നത് അവരുടെ അടുത്തൊക്കെ കാലത്ത് ചെന്ന പൈസ കിട്ടത്തില്ല. ഞാൻ വൈകുന്നേരം വാങ്ങിക്കൊണ്ട് വരാം. ആ അപ്പൊ പെരേ കയറി ഇരിക്കാനാ? നീ അങ്ങോട്ട് ജംഗ്ഷനിൽ ചെന്നേ, ആട്ടോക്കാരുടെ അടുത്തൊക്കെ ചെന്ന് വാങ്ങിച്ചേ. ചെല്ല്. രാവിലെ കിട്ടിയാ കിട്ടി, വൈകുന്നേരം ആകുമ്പോ പറയും പെട്രോൾ അടിച്ച് തീർന്നെന്ന് പറയും. പെരേ കയറി ഇരിക്കുന്നു. ചായ പോലും കുടിച്ചില്ലല്ലേ. ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ആളെ പറഞ്ഞും വിട്ടു. ഉണ്ടാൻ പറ്റത്തില്ല. ചായക്കടയിൽ നിന്നെല്ലാം പോയി കുടിക്കട്ടെ, അല്ല എന്താ ചെയ്യാ. ഒരുത്തിക്ക് പിന്നെ അത് മതി, അവളാ സമ്മതിക്കാത്ത. വിരക്കാത്തിരുന്ന് തിന്നാ മതിയല്ലേ. അവര് ആർക്ക് വേണ്ടി സമ്പാദിക്കും. നീ ഇവിടെ ഇരിക്കുന്ന ഉള്ള അരി എല്ലാം ഇട്ട് വേവിക്കും, ആവശ്യത്തിന് തിന്നാ മതി. ഞാൻ നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ എന്ത് രാവിലെ ഒന്നും വേവിച്ചില്ലേ? അരി അടുപ്പത്തിട്ടില്ലേ? വെള്ളം വെച്ചതേ ഉള്ളൂ അമ്മ, അരി ഇട്ടില്ല. അല്ല അമ്മ, അരി തീർന്നു പോയി. ഇന്നലെ തന്നാ തീർന്നാ? ഞാൻ എടുത്തിട്ട് വരാം. വെള്ളം തിളച്ചാ? നേരം ആഹാരം കഴിക്കണം, എത്ര നേരം കാല് പിടിക്കണം. ഞാൻ കൊണ്ട് എന്താ പറഞ്ഞേ? രാത്രി ആകുമ്പോഴത്തേക്ക് ചോറ് തീർന്നു വന്നു. മോനിക്കൊന്നും ഇന്നലെ വയറ് നിറഞ്ഞില്ല, അതുകൊണ്ട് ഒരു ഉരിയ അരിയും കൂടെ അത് തിന്നാ മതി. ഇപ്പൊ എല്ലാരും ചോറ് തീറ്റിയൊക്കെ കുറച്ച് വരുവാ. പിള്ളേരെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചാൽ മതി, അതിനകത്ത് തീറ്റി പഠിപ്പിക്കണം. ഇപ്പൊ എല്ലാരും അധികം ഒന്നും തിന്നാറില്ല, അത്രയൊക്കെ തിന്നാ മതി. ആഴൂരി അരി പറ്റത്തില്ലേ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചേക്കുന്ന അവിടെ. ഉമ്മ എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടുകാരെ പറയുന്നത് എന്തിനാ? ഞാൻ ഇപ്പൊ ഈ വീട്ടിലല്ലേ നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും പറയും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഇന്ന് എല്ലാം അങ്ങ് ഇതായപ്പോഴത്തേക്ക് അവളെ ഭരണം തുടങ്ങി. അതിപ്പോ അങ്ങ് വേണ്ട, എൻ്റെ മുമ്പിൽ നീ ഭരിക്കാനും വേണ്ട. ഇവിടെ ഞാനുണ്ട് എല്ലാത്തിനും. ഇന്നിടാനുള്ള അരി അത് മതി. മതി മതി, അത്രയും മതി. എടി, നീയാണോ അവന്റെ പറഞ്ഞ പൈസ എടുക്കാൻ? കൊച്ചിനെ ടൂറ് വിടണം പോലെ വലിയ ആഗ്രഹങ്ങളാണല്ലേ. കുഞ്ഞുങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോ അവരെ ആഗ്രഹത്തിനല്ലേ നമ്മള്. കൊച്ചുങ്ങൾക്കുള്ള ആഗ്രഹത്തിന് പഠിപ്പിച്ചാൽ മതി, ഉള്ള പൈസക്ക് അനുസരിച്ച് പഠിപ്പിച്ചാൽ മതി. ടൂറ് പോണം, അത് പോണം, ഇത് പോണം. കൊച്ചുങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താ ഞാൻ വളർത്തുന്നത്. അവരൊന്നും ഒരു ആഡംബരവും കാണിക്കത്തില്ല. പിന്നെ ഇക്കായിരിക്കും പൈസ കൊടുത്തത്, അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അവള് പറഞ്ഞു കൊടുക്കാൻ അവൻ ചെയ്യത്തില്ല, എന്റെ ചെറുക്കനെ എനിക്കറിയാം. കൊള്ളാം, ഞാൻ നിയന്ത്രിക്കുന്ന മോനായിരുന്നെങ്കിലേ ഇങ്ങനൊന്നും കാണിക്കത്തില്ല. ഉമ്മാടെ താളത്തിനൊത്തല്ലേ മോൻ തുള്ളുന്നത്. എന്താ എങ്കിൽ ഇക്കാടുത്ത് ഉമ്മ ഒന്ന് ജോലിക്ക് പോകാനെങ്കിലും പറ. സമ്പത്തൊക്കെ കുറവാണെങ്കിൽ ഇക്ക ജോലിക്കെങ്കിലും പോട്ട്, കുഞ്ഞുങ്ങൾ ആരെങ്കിലും നടക്കുമല്ലോ. അവനെ കൊണ്ട് ജോലിക്ക് വിട്ടിട്ട് വേണം, എന്റെ കുഞ്ഞിനെ ജോലിക്ക് വിട്ടിട്ട് വേണോ ഡി എനിക്ക് ജീവിക്കാൻ. അപ്പൊ എനിക്ക് പറ്റത്തില്ല ഇതൊന്നും. അവക്ക് 3 നേരം തീയപ്പോ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നു. മക്കളെ ടൂറ് വിടണം പോലോ.
ടൂറ് പോയി തന്നെ നീ വളർന്നത്. ടൂറ് വിടണം. 1000 രൂപയാ പോയത്. 1000 രൂപ വെച്ച് ഞാൻ എത്ര രൂപ ഉണ്ടാക്കിയേനെ. ഇവിടെ പിള്ളേരെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പഠിപ്പിക്കണം. അല്ല നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നോടി ഇടണോങ്കി. ഉമ്മ മീനൊന്നും വാങ്ങിക്കണ്ടേ ഉമ്മ? മീനൊന്നും വേണ്ട. തേങ്ങ അടക്കുന്നു. ചമ്മന്തി തരാ. ഞാൻ ഉണക്ക മീനെ കണ്ട് നാളെ ഉണക്കിയത് ഇവിടെ കാണണം. അതും കൂടെ എടുത്ത് വെച്ച് കറി ഉണ്ടാക്കിയാൽ മതി. എന്നും ചമ്മന്തി അല്ലേ ഉമ്മ? കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി മീൻകറിയൊക്കെ കൂട്ടിയിട്ട് എത്ര നാളാ. പിന്നെ നീ വന്നത് വലിയ കൊമ്പത്തുന്നല്ലേ? നിന്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചാൽ മതി. കൊച്ചുങ്ങളെയൊക്കെ അതേ കണക്ക് പഠിപ്പിച്ചാൽ മതി. ഇറച്ചി മീനും കൂട്ടിയേ നീ പഠിപ്പിക്കത്തോളാ. അവനെവിടെ? പിരിവിന് പോയല്ലേ. ഏട്ടനാവട്ടെ. എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടുകാരും ചാടും. ഇവര് ഇത്രയും പൈസ സമ്പാദിച്ചത് എവിടെ കൊണ്ട് വെക്കുന്നു? അത് വെച്ചാ മതി. അവക്ക് നാഴി വരി പോരാ, അവക്ക് അതീ കൂടുതൽ വേണം. എന്തോന്നിത്? വയറ് കുറച്ച് ആഹാരം കൊടുക്കാൻ ഇവര് സമ്മതിക്കത്തില്ല. പിള്ളേർ വളരുന്ന പ്രായമാണ്. ഇത് ചെയ്യാം രീതി എന്താ പറയാ. അരിയെ വെള്ളത്തിൽ അടുപ്പിടട്ടെ. ഗ്യാസ് കയറുന്ന ഞാൻ ആദ്യം പറയും.